സമയമെടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഇൻസ്പിറേഷണൽ എക്സ്പീരിയൻസസ് കേട്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി പെർമിഷൻ ചോദിച്ചു വന്നത്. നമ്മളിപ്പോ ഒരു എക്സൈറ്റഡ് മൊമെന്റിലാണ്, എക്സൈറ്റഡ് ആയിട്ടുള്ള എക്സാൾട്ടിക് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുണ്ട ഒരു സാധനമാണ് ടെമ്പർമെന്റ്. ചിലപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട്, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ എന്തൊക്കെയോ ആയി. അങ്ങനെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഏറ്റവും നല്ല പാർലമെന്റേറിയനായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് 2009 നാഷണൽ അവാർഡ് നേടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. താങ്ക് യു. UK പെബിൾ ഹിൽസ് യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ ട്രെയിനിങ് കോഴ്സിന് പല രാജ്യങ്ങളിൽ നിന്നുള്ള 20ഓളം ആളുകൾ പങ്കെടുത്തപ്പോൾ 15 ആളുകൾ വിജയിച്ചു. അതിലൊരാളാവാനുള്ള ഭാഗ്യം ഉണ്ടായി. താങ്ക് യു. 2022 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തതിന്റെ ഭാഗമായി മലയാള സിനിമയിലെ അറിയപ്പെടുന്ന സംവിധായകൻ വിനയൻ സാറുടെ കയ്യിൽ നിന്ന് സിയാൽ കൺവെൻഷൻ ഓഡിറ്റോറിയം നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഒരു പുരസ്കാരം നേടാനുള്ള ഭാഗ്യവും എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ 2024 യൂറോപ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി പാരീസിന്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് സൂപ്പർവൈസറായി എന്നെ നിയമിച്ചു. ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചപ്പോൾ എന്നെ ഒരു പരിചയവും ഇല്ലാത്ത, എന്നെ കാണുക പോലും ചെയ്യാത്ത, സോഷ്യൽ മീഡിയയിലൊക്കെ വെർച്വലായിട്ട് മാത്രം പരിചയമുള്ള പല ആളുകളും അവരുടെ ഹൃദയത്തിൽ ചാലിച്ച അഭിനന്ദനങ്ങൾ എന്നെ അറിയിക്കുമ്പോൾ എനിക്ക് ഒരു സാധാ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉള്ളിലും ചില അഹങ്കാരങ്ങളൊക്കെ ഉയർന്നു വരുന്ന രീതിയിൽ എനിക്ക് തോന്നി. ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, ഞാനൊരു വലിയ സംഭവമായിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി തെളിച്ചു വന്നവനാണ് എന്നൊക്കെ ഞാനിങ്ങനെ വൈഫിനോട് കേട്ടോ, പുറത്തൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്ന തരത്തിലേക്കൊക്കെ ഞാൻ വരുന്ന ഒരു പോലെ എനിക്ക് തോന്നി. പക്ഷെ തിരക്കുകളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വന്ന ചിത്രം എൻ്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ ചിത്രമാണ്. വെട്ടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഏറ്റവും ഒന്നാമനെ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ എന്തൊക്കെയോ ആക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന, എന്നാൽ ഞാൻ എന്താണ് ആവേണ്ടതെന്ന് അന്നും ഇന്നും പറഞ്ഞു തരാൻ കഴിവില്ലാത്ത, നിരക്ഷരനായ, സ്കൂളിൽ പോവാത്ത എൻ്റെ പ്രിയപ്പെട്ട വാപ്പ ഇന്നും എന്നെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ആ ഊർജത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പുലർച്ചെ 2 മണിക്ക് ഉറങ്ങിയിട്ട് ഞാനിന്ന് 6 മണിക്ക് എണീറ്റ് എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ 9:30 എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ വാപ്പ എന്നോട് പറയാതെ പറഞ്ഞ, ജീവിതത്തിലൂടെ എനിക്ക് കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ മാതൃക പിൻപറ്റിയത് കൊണ്ട് മാത്രമാണ് എനിക്കത് സാധ്യമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ നിങ്ങളെ പോലെയൊന്നുമല്ല. നിങ്ങളിൽ കഷ്ടപ്പെട്ട് നോമ്പെടുത്തവരോ അല്ലെങ്കിൽ പട്ടിണിയിലൂടെ നോമ്പ് തുറക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ജീവിച്ച ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും ഞാൻ ജീവിക്കുമ്പോൾ സ്കൂളിൽ പോവാത്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറയും, നമ്മൾ പോലെയുള്ള പാവങ്ങൾക്ക് സ്വപ്നം കാണാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി. എൻ്റെ 1ാം ക്ലാസ് മുതലുള്ള എൻ്റെ സുഹൃത്തുക്കള് ഇന്നും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇന്നും ഞങ്ങൾ ഒന്നാണ്. എൻ്റെ അധ്യാപകര്, എൻ്റെ പള്ളിയിലെ കാളി, എൻ്റെ നാട്ടിലെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ മേലാറ്റൂരിലെ 32ഓളം കുടുംബാംഗങ്ങള്, ഇപ്പൊ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിലെ BNI പിനക്കിൾസിലെ അംഗങ്ങള്, എന്നെ 4 വർഷം മുമ്പ് എന്നോട് വിട്ടുപിരിഞ്ഞ എൻ്റെ ബോസ് രവീന്ദ്രൻ സാറ്, ഇപ്പൊ എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള നസറു സാറ്, പ്രജീഷ് സാറ്, ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത മാഗ്നസിലെ അംഗങ്ങള്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റില്ല. ഒറ്റയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ ബോഷ്കാണ്, കളവാണ്. എലോൺ ഐ ക്യാൻ സേ, ഒറ്റയ്ക്ക് എനിക്ക് പറയാം. ടുഗദർ വി ക്യാൻ ഷൗട്ട്, ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഉറക്കെ പറയാം. എലോൺ ഐ ക്യാൻ സ്മൈൽ, ഒറ്റയ്ക്ക് എനിക്ക് പുഞ്ചിരിക്കാം. ടുഗദർ വി ക്യാൻ ലാഫ്, ഒരുമിച്ചാണെങ്കിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാം. എലോൺ ഐ ക്യാൻ ലിവ്, ഒറ്റയ്ക്ക് എനിക്ക് ജീവിക്കാം ആരുടെ സഹായം കൂടാതെ. ബട്ട് ടുഗദർ വി ക്യാൻ സെലിബ്രേറ്റ്, ഒരുമിച്ചാണെങ്കിൽ നമുക്കിതൊരു ആഘോഷമാക്കി മാറ്റാം. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് വി. അതാണ് നമ്മൾ എന്ന മാജിക്. ഈ പിറകിലിരിക്കുന്ന ആളുകള്, അവർക്കൊക്കെ ഒരുപാട് നഷ്ടത്തിന്റെ കഥകളുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു.
അവർ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ പല കാര്യങ്ങളും അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഘട്ടത്തിൽ പോലും അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്നൊരു ഭാവത്തിലേക്ക് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വരാതിരിക്കുക. നമ്മൾ എന്ന ആ ഒരു ചിന്താഗതിയോടുകൂടി ഇനിയും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ആളുകൾ ഒന്നെണീറ്റ് നിന്ന് ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്.